നമസ്കാരം. വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് എല്ലാ രാജ്യത്തും നിലവിലുള്ളത്, നമ്മുടെ ഭാരതത്തിലും പൗരാണികമായി തന്നെ നിലവിൽ നിന്നിട്ടുള്ളതുമായ പ്രാദേശിക നാട്ടുവൈദ്യം, റൂറൽ ഹെർബലൈസേഷൻ ഓർ റൂറൽ ഹെർബലിസ്റ്റ്, അത് പ്രാദേശിക നാട്ടുവൈദ്യൻ്റെ അംഗീകരിക്കപ്പെട്ട ഒരു പേരാണ് ഹെർബലിസ്റ്റ്. അവരുടെ പ്രവൃത്തികൾ, അവരുടെ പ്രാദേശികമായ പരിഗണനകൾ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നാട്ടുവൈദ്യന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ, ഈ വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഒരു 2-3 എപ്പിസോഡ് ഉണ്ടാവും, ഒരെണ്ണം കൊണ്ട് തീരില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഓരോന്നെന്ന് വെച്ച് തൽക്കാലം പ്രസിദ്ധീകരിക്കാം. ആഗോളതലത്തിൽ ഉള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് നാട്ടുവൈദ്യം. കേരളത്തിലെ നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ അത് ആയുർവേദമാണെന്ന് പലരും പറയുന്നുണ്ട്, തെറ്റിദ്ധരിക്കുന്നുണ്ട്. ശരിയല്ല. ആയുർവേദം സിലബസ് അധിഷ്ഠിതമായ കോഴ്സ് നടത്തി, അതിൽ പരീക്ഷ നടത്തി, അതിൽ വിജയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഡിഗ്രി അനുസരിച്ച് അവർക്ക് അവരുടെ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ആ രീതിയാണ് ആയുർവേദം. നാട്ടുവൈദ്യം അങ്ങനെയല്ല. പ്രാദേശികമായി ലഭ്യമാകുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികമായി വരുന്ന രോഗങ്ങൾക്ക് പ്രാദേശിക ജനങ്ങളെ ചികിത്സിച്ച് അവരുടെ രോഗം മാറ്റിയെടുക്കുക. വൈദ്യൻ തന്നെ പോയി മരുന്ന് ശേഖരിച്ച് കൊണ്ടുവന്ന് ഔഷധങ്ങൾ പ്രിപ്പയർ ചെയ്യുകയോ ഔഷധങ്ങൾ ഉണക്കിപ്പൊടിച്ച് ചൂർണമാക്കി അത് യോജിപ്പിച്ച് രോഗിക്ക് കൊടുക്കുകയോ ചെയ്തുകൊണ്ട് അവൻ്റെ രോഗനിർമ്മാർജ്ജനത്തിനുള്ള അവസരം സൃഷ്ടിക്കുക, ഇതാണ് പ്രാദേശിക നാട്ടുവൈദ്യം. ഈ പ്രാദേശിക നാട്ടുവൈദ്യം നമ്മുടെ സംസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഈ നാട്ടുവൈദ്യം എന്ന് പറയുന്നത് വ്യാജമാണെന്നും ഈ നാട്ടുവൈദ്യത്തിൻ്റെയൊക്കെ ഉടമസ്ഥർ ഞങ്ങളാണെന്നും പറഞ്ഞ ആയുർവേദ ഡോക്ടർമാർ നടക്കുകയാണ്. അവർ തെറ്റിദ്ധരിപ്പിച്ചത് മൂലം ഏതാണ്ട് കോടതികൾ പോലും അത് ശരിയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ആ വിശ്വാസം കൊണ്ട് കോടതികൾ പോലും നാട്ടുവൈദ്യന്മാർക്ക് എതിരായിട്ടുള്ള ചില കോടതി വിധികളൊക്കെ പ്രസ്താവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ അത് വേണ്ടത്ര ഫലിച്ചില്ല. കോടതികൾക്കും ഒരു പരിമിതിയുണ്ട്. കോടതികൾക്ക് വിധി പ്രസ്താവിക്കാനേ കഴിയൂ. അത് നടപ്പാക്കാൻ സർക്കാർ തുടങ്ങുമ്പോൾ ജനങ്ങൾ അതിനെ എതിർക്കുകയാണെങ്കിൽ ആ വിധി വെറും കടലാസ് രേഖ മാത്രമായി വരും. നമ്മുടെ ശബരിമല പ്രശ്നം നമ്മൾ കണ്ടതാണ്. അതുപോലെ പ്രാദേശികമായ നാട്ടുവൈദ്യത്തെ നിരോധിക്കണം എന്നാണ് ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനാ നേതാക്കളുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും ആവശ്യം. അതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പലവിധ സമ്മർദ്ദങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നടത്തി. ഇത് കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഇവരുടെ ജോലി ഇത് തന്നെയാണ്. കേരളത്തിൽ ഏതാണ്ട് 3 ലക്ഷം വൈദ്യന്മാരുണ്ടായിരുന്നു, നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്നു 1990-ൽ. അവരിൽ പലരും പ്രായം ചെന്ന് മരിച്ചുപോയി. പിന്നീട് വന്നവർക്ക് അത് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കാതെ വന്നു. പിന്നെ അധികാരമുണ്ടെന്ന് ഭാവിച്ച് ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ പ്രസ്ഥാനങ്ങളെ തേജോവധം ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ഇവരെ വ്യാജന്മാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ കൊണ്ട് പലരും ഈ രംഗത്ത് നിന്ന് വൈദ്യന്മാർ പിന്മാറി. പക്ഷേ ഈ വൈദ്യന്മാരുടെ കൈവശം നല്ല പ്രായോഗികമായ അറിവുകളുണ്ട്. ഇവരിൽ മരിച്ചു കഴിയുമ്പോൾ നശിച്ചു പോവുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയ ഗവൺമെൻറ് നാട്ടുവൈദ്യന്മാർക്ക് മാത്രമായി ഒരു പ്രത്യേക കൗൺസിൽ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. ഈ നാട്ടുവൈദ്യന്മാരുടെ സംരക്ഷണത്തിനും നാട്ടുവൈദ്യത്തെ സംരക്ഷണത്തിനുമൊക്കെ സർക്കാർ തന്നെ വിവിധ വകുപ്പുകളിൽ വേണ്ടത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഈ കമ്മിറ്റിയിൽ ഒരു നാട്ടുവൈദ്യനോ ഹക്കീമോ അംഗമായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വൈദ്യൻ എന്ന പേര് ഒരു തൊഴിലായി അംഗീകരിച്ചുകൊണ്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ തൊഴിൽ കോളത്തിൽ കുറിക്കുവാൻ വേണ്ടി ഈ വൈദ്യൻ എന്ന പ്രൊഫഷൻ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഇത് വൈദ്യം വ്യാജമായതിലൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട്
കേരളത്തിലെ വൈദ്യന്മാരെല്ലാവരും കൂടെ 2017 ഒരു യോഗം കൂടി വൈദ്യമഹാസഭ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും നാട്ടുവൈദ്യത്തെയും നാട്ടറിവുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ട പ്രാരംഭ നടപടികൾ ചെയ്യുകയും ചെയ്തു. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പ്രസ്ഥാനം ഒരു രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സൊസൈറ്റിയുടെ ചെയർമാനാണ്, പ്രസിഡൻ്റാണ്. അപ്പോൾ ആ സൊസൈറ്റി എങ്ങനെ നാട്ടുവൈദ്യത്തെ സംരക്ഷിക്കും, നാട്ടുവൈദ്യന്മാരെ സംരക്ഷിക്കും, വൈദ്യം നിലനിർത്തുന്നതിന് എന്തൊക്കെ ചെയ്യും എന്നുള്ളതെല്ലാം അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ആവശ്യമാണ്, പൊതുജനങ്ങളുടെ ആവശ്യമാണ് നാട്ടുവൈദ്യം. താരതമ്യേന വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സ, ഒരു പാർശ്വഫലങ്ങളുമില്ലാത്ത ചികിത്സ, ഇതൊക്കെയാണ് നാട്ടുവൈദ്യത്തിൻ്റെ ഗുണം. ഈ ചികിത്സയെ അംഗീകരിപ്പിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വിവരം എല്ലാവരെയും ധരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ദയവായി ഈ ചാനൽ കേൾക്കുക. ബാക്കി അടുത്തതിൽ കാണാം. ഞാൻ മാന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യർ, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്, റിസൈഡിങ് അറ്റ് പാലക്കാട്, കേരള. നമസ്തേ നമസ്തേ.